നിങ്ങൾ ഈ ഒരു ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരിയധികം വാൾപേപ്പർ ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്ന വാൾപേപ്പർ ആപ്ലിക്കേഷൻ എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷനിലെ എല്ലാ കാറ്റഗറിയിലുള്ള വാൾപേപ്പേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ടൈപ്പോഗ്രഫി ആണെങ്കിൽ ടൈപ്പോഗ്രഫി കിട്ടും, ഇനിയിപ്പോൾ സീനറിയാണ് ഇഷ്ടമെങ്കിൽ സീനറി ഉണ്ട്, മിനിമൽ ആണെങ്കിൽ മിനിമൽ ഉണ്ട്. അങ്ങനെ എല്ലാ ടൈപ്പ് വാൾപേപ്പേഴ്സും ഈ ഒറ്റ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ തീർച്ചയായിട്ടും അവസാനം വരെ കാണുക. എല്ലാവർക്കും ഡോപ്ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ കൂടെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നും കൂടി തന്നെ വിളിയാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ബാക്ക്ഡ്രോപ്പ് എന്നാണ്. അപ്പം നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് ചെന്നതിന് ശേഷം ബാക്ക്ഡ്രോപ്പ് എന്നൊന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ബാക്ക്ഡ്രോപ്പ് വാൾപേപ്പേഴ്സ് ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഒത്തിരി അധികം വാൾപേപ്പേഴ്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് എല്ലാം കടന്നു പോകാനായിട്ടുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ട് തന്നെ ഈ ടോപ്പിലായിട്ട് ഒരു 3 ബാർസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ടോപ്പ് ലെഫ്റ്റിലായിട്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കാറ്റഗറീസ് എന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി അധികം കാറ്റഗറീസിലുള്ള വാൾപേപ്പേഴ്സ് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അബ്സ്ട്രാക്റ്റ്, ബി ടുഗദർ, അത് ആൻഡ്രോയിഡിൻ്റെയാണ്. എർത്ത്, ഫ്ലാഗ്സ്, ഫുഡ്, ജോമെട്രിക്, മെറ്റീരിയൽ, മിനിമൽ, പെയർസ്, പാറ്റേൺ, ഫോട്ടോഗ്രാഫി, സീനറി, സ്പേസ്, ടൈപ്പോഗ്രഫി, ഇങ്ങനെ ഒത്തിരി അധികം കാറ്റഗറീസിൽ നിങ്ങൾക്ക് വാൾപേപ്പേഴ്സ് ലഭിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ ഒന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വാൾപേപ്പേഴ്സ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ എക്സ്പ്ലോർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫേവറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പ്രോ വേർഷനിൽ കുറച്ചും കൂടെ അധികം വാൾപേപ്പേഴ്സ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് വാൾപേപ്പേഴ്സ് ഇതിൽ ഫേവറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാ കാറ്റഗറിയിലുള്ള വാൾപേപ്പേഴ്സും ഞാൻ ഫേവറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സ്. നമുക്ക് ഇഷ്ടമുള്ള വാൾപേപ്പേഴ്സ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന്. ജസ്റ്റ് നമ്മൾ ഏത് വാൾപേപ്പറാണോ വേണ്ടത് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമുക്ക് സെറ്റ് എന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ലോഡായി വരാനായിട്ടൊരു കുറച്ച് ടൈമുണ്ട്. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് സെറ്റ് വാൾപേപ്പർ ഫോർ ഹോം സ്ക്രീൻ, ലോക്ക് സ്ക്രീൻ അല്ലെങ്കിൽ ബോത്ത്. അപ്പോൾ നമുക്കിപ്പം ഹോം സ്ക്രീൻ എന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഹോം സ്ക്രീനിൽ വാൾപേപ്പറായിട്ട് സെറ്റാകുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഇപ്പുറത്ത് നിങ്ങൾക്ക് സേവ് എന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. പക്ഷേ അതിന് നിങ്ങൾ ഇതിൻ്റെ പ്രോ വേർഷൻ മേടിച്ചാൽ മാത്രമേ അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഇപ്പോൾ നമ്മുടെ വാൾപേപ്പർ ഇവിടെ സെറ്റായിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് നോക്കാം. സോ നമ്മുടെ വാൾപേപ്പർ ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മൾ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് അതും അതിനനുസരിച്ച് മൂവ് ചെയ്യുന്നുണ്ട്. സോ വളരെ നല്ല ഒരു ആപ്ലിക്കേഷനാണ്. എനിക്കിത് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് തോന്നി. നമ്മൾ ഒത്തിരി അധികം ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റൊരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് വാൾപേപ്പേഴ്സ് കിട്ടുന്നതാണ്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ട്രൈ ചെയ്യും. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നും കൂടി തന്നെ വിളിക്കുക. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി ടെക്നോളജി വീഡിയോയിൽ കാണാം.